ഹിറ്റ്ലറിന് തട്ടിയത് താനല്ലടോ. ലോക ചാപ്റ്റർ 1-ൽ നീലി പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള മിത്തിലും ഐതിഹ്യത്തിലുമൊക്കെ ഒരുപാട് സത്യമുണ്ടെന്ന്. ആ രീതിയിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാലോ. ലോകയിലെ ചാർലി ഹിറ്റ്ലറിനെ കൊല്ലാൻ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. സെക്കൻഡ് പോസിബിലിറ്റി ആണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ്. വേൾഡ് ഹിസ്റ്ററിയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫേമസ് ഡിക്റ്റേറ്റർ ആണ് അഡോൾഫ് ഹിറ്റ്ലർ. വേൾഡ് വാർ 2-ൽ താൻ തോക്കുമെന്ന് മനസ്സിലായ ഹിറ്റ്ലർ 1945 ഏപ്രിൽ 30 താൻ ഒളിച്ചിരുന്ന ബങ്കറിൽ വെച്ച് തന്നെ സൂയിസൈഡ് ചെയ്യുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഫസ്റ്റ് പോസിബിലിറ്റി ഇതാണ്. സൂയിസൈഡ് ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം, അതായത് ഏപ്രിൽ 29 ഹിറ്റ്ലറിന്റെ ബ്ലോണ്ടി എന്നൊരു ഫീമെയിൽ ജർമ്മൻ ഷെപ്പേർഡ് നായയെ സൈനൈഡ് കൊടുത്തു കൊന്നതായി റിപ്പോർട്ടുണ്ട്. വെറുതെ സൈനൈഡ് കൊടുത്തതല്ല, സൂയിസൈഡ് ചെയ്യേണ്ടി വന്നാൽ തന്റെ കയ്യിലിരിക്കുന്ന സൈനൈഡ് വർക്കാകുമോ എന്നറിയാൻ ഒരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് ഹിറ്റ്ലർ ഇത് ചെയ്തത്. അതേസമയം ബ്ലോണ്ടിയുടെ കുഞ്ഞുങ്ങൾ ഈ എക്സ്പെരിമെന്റ് സർവൈവ് ചെയ്തതായും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നായയായി വേഷം മാറിയ ചാർലി ആയിരുന്നിരിക്കണം ഹിറ്റ്ലറിനെ കൊന്നത്. ഇനി സെക്കൻഡ് പോസിബിലിറ്റി. തന്റെ ലൈഫ് ടൈമിൽ ഓൾമോസ്റ്റ് 50+ അസാസിനേഷൻ അറ്റംപ്റ്റ് സർവൈവ് ചെയ്ത ആളാണ് അഡോൾഫ് ഹിറ്റ്ലർ. എങ്കിലും മരിക്കുന്നതിന് കുറച്ചു നാൾ മുൻപ് ഒരു സാധാരണ നായ ഹിറ്റ്ലറിനെ കടിച്ചിരുന്നെന്നും അത് ഇൻഫെക്ഷൻ ആയാണ് ഹിറ്റ്ലർ മരിച്ചതെന്നുമുള്ള ഒരു മിത്ത് കൂടിയുണ്ട്. സെക്കൻഡ് പോസിബിലിറ്റി ആണ് ശരിയെങ്കിൽ ഹിറ്റ്ലറിനെ കടിച്ച ആ നായ ചാർലി ആയിരുന്നിരിക്കണം. ലോകയിൽ നീലിക്ക് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴൊക്കെ ചാർലി ഒരു ഹാൻഡിക്യാപ്ഡ് നായയായി നീലിയെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ചാത്തനും നീലിയും പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ ഹിറ്റ്ലറിനെ കൊന്നത് ചാർലി തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ പോസിബിലിറ്റീസിൽ ഏതാണ് ലോകയിലെ ബുക്കിലുള്ളതെന്ന് അറിയാൻ ചാപ്റ്റർ 2 ഇറങ്ങുന്നവരെ കാത്തിരുന്നേ പറ്റൂ. സോ വെയിറ്റ് ചെയ്യാം. ഷെയർ ദിസ് ആൻഡ് ഫോളോ ഫോർ more.